Watch India's largest kids library only on Jio Hotstar. Download the app now. ബാബ കി ജയ് ഹൂ, ബാബ കി ജയ് ഹൂ. ബാബ നീണാൾ വാഴട്ടെ. ബാബയുടെ കുടുമി താനെ എന്റെ തലയിൽ വന്ന് ഒട്ടിയതിനു ശേഷം എന്റെ ജീവിതം തന്നെ മാറിപ്പോയിരിക്കുകയാണ്. ഇപ്പൊ ഞാനും ബുദ്ധിശാലിയായിട്ട് മാറിയിരിക്കുകയാണ്. വേണമെങ്കിൽ എന്റെ ചേട്ടനോട് ചോദിച്ചു നോക്കൂ. പക്ഷെ ബാബ, ഇതെല്ലാം എങ്ങനെയാ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത് തീർച്ചയായിട്ടും നടക്കും. വിശ്വാസമില്ലെങ്കിൽ ഞാൻ അവനെയും ഒരു ബുദ്ധിമാനായിട്ട് മാറ്റി കാണിച്ചു തരാം. ഗുരുവേ, ഇവര് പറയുന്നതൊക്കെ ശരിയാണോ? സത്യത്തിൽ അതുപോലെയൊക്കെ സംഭവിക്കുവോ? അങ്ങനെയാണെങ്കിൽ എനിക്കും ഇന്റലിജന്റ് ആവാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാറാൻ പറ്റും, തീർച്ചയായിട്ടും മാറാൻ പറ്റും. ഇന്ന് കേതുവും രാഘുവും വഴിയിൽ നിൽപ്പുണ്ട്. പിന്നെ കേതു എന്ന് പറഞ്ഞാൽ രാഘുവിന് വളരെ ഇഷ്ടമാണ്. ഇന്ന് ശരിയായ മുഹൂർത്തമാണ്. നിന്റെ അനുജന്റെയോ അതോ ഫ്രണ്ടിന്റെയോ തലയിൽ കുടുമയുണ്ടോ? ചെറുതായിട്ട് ഉണ്ടല്ലോ. എന്റെ കൂട്ടുകാരൻ പത്തലുവിന്റെ തലയിലുണ്ടല്ലോ ചെറിയൊരു കുടുമിയാ. ഇത് മതി, ഇത് മാത്രം മതി. എന്നാൽ ഇന്ന് രാത്രി നീ നല്ലപോലെ കുളിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച് എനിക്ക് നല്ല ബുദ്ധി തരണമെന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് നല്ലത് മാത്രം വരണമെന്ന് പ്രാർത്ഥിക്ക്. എന്നാൽ രാവിലെ നിന്റെ ഫ്രണ്ടിന്റെ കുടുമ നിനക്ക് വന്നിരിക്കും. അത് മാത്രമല്ല, ഇത് 2 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം താനെ അത് തിരിച്ചു പൊക്കോളും. കേട്ടില്ലേ? നിന്നെ ഒരു സൂപ്പർ ഡൂപ്പർ ഇന്റലിജന്റ് ആയിട്ട് മാറ്റും. പക്ഷെ ബാബ, എന്റെ ഈ സുഹൃത്തിന് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. ഒരു പക്ഷെ ശരിക്കത്തെ സുഹൃത്താണെങ്കിൽ നീ ബുദ്ധിമാനായ സന്തോഷത്തിൽ അവനും സന്തോഷിക്കും. അവനെ കൊണ്ട് 2-3 ദിവസത്തിന് കുടുംബമില്ലാതെ ഇരിക്കാൻ കഴിയും. ശരിക്കത്തെ സുഹൃത്തല്ലെങ്കിൽ അവന് ദേഷ്യം വന്നിരിക്കും. അതുമാത്രമല്ല, നിന്റെ കുടുംബയും അവൻ തിരിച്ചു ചോദിക്കും. അതെന്റെ നല്ല കൂട്ടുകാരനാണ് ഗുരുവേ. ഇന്ന് രാത്രി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോയിക്കോളാം. പൊളിച്ചേ പൊളിച്ചേ പൊളിച്ചേ. ഓഹോ, ഇപ്പൊ മോട്ടുവിന്റെ തലയിൽ ഒന്നിനും ഉപയോഗപ്പെടാത്ത തലച്ചോറിൽ കുടുമ വെച്ച് ഒട്ടിക്കേണ്ട സമയമായി. എന്റെ ദൈവമേ, എന്നെ എങ്ങനെയെങ്കിലും ബുദ്ധിമാനാക്കി മാറ്റിത്തരൂ. ബോസ് ബോസ്, ഈ കുടുമി മോട്ടൂരിന് തലേന്ന് താഴെ വീഴില്ലേ? ഇല്ല ഇല്ല, ഈ ഗ്ലൂ എത്ര പവർഫുൾ ആണെന്ന് വെച്ചാൽ ഒരു തവണ ഇത് വെച്ച് കുടുംബം ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിച്ചാലും വരില്ല. അടിപൊളി ബോസേ, അടിപൊളി. നല്ലൊരു ഐഡിയ ആണിത്. നിങ്ങൾ ആള് കൊള്ളാമല്ലോ ബോസേ. അതെ മോട്ടു, നിന്റെ തലയിൽ എങ്ങനെയാ ആ ചെറിയ ജട വന്നത്? എന്ത്? എന്റെ തലയിൽ ചെറിയൊരു ജട വന്നെന്നോ? ഓ, നീ എന്താണ് പറയുന്നത്? പൊളിച്ചേ. ഇനി ഞാനും ഒരു ഇന്റലിജന്റ് ആയി മാറുന്നതാണ്. ഇനി നിന്നെ പോലെ ഞാനും നല്ല പുതിയ പുതിയ ഐഡിയകളൊക്കെ പറഞ്ഞു തരും പത്ലു. നീ കണ്ടോ? ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ബുദ്ധിശാലിയായി മാറി പത്ലു. ഇന്നലെ രാത്രി ചന്ദ്രൻ സൂര്യനിൽ നിൽക്കുകയായിരുന്നു. പിന്നെ രാഹു കേതുവിന്റെ അടുത്തുമായിരുന്നു. ചന്ദ്രനും സൂര്യനും രാഹുവും കേതുവും ഒക്കെ ചേർന്ന് എന്നെ ഒരു ബുദ്ധിശാലിയാക്കി മാറ്റിയടാ പത്ലു. അടിപൊളി പത്ലു. അതെ മോട്ടു, താനിത് എന്തൊക്കെയാണ് പിച്ചുമ്പയും പറയുന്നത്? എന്റെ പത്ലു, 2 ദിവസത്തെ കാര്യമുള്ളൂ. അപ്പോഴത്തേക്ക് നിന്റെ ഈ ജട നിന്റെ തലയിൽ തന്നെ വന്ന് ചേരുന്നേ. എന്റെ ജട എന്റെ തലയിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല മോട്ടു. ഇല്ല.
മോട്ടു, നീ എന്നോട് ചോദിക്കാൻ എന്റെ തലയിലുള്ള ജട കട്ട് ചെയ്ത് നിന്റെ തലയിൽ ഒട്ടിച്ചു അല്ലേ? എന്റെ തലയിൽ അല്ലെങ്കിലും 4-5 മുടി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് നീ എടുത്തു കളഞ്ഞില്ലേ? എന്റെ പത്ലു, ദേഷ്യപ്പെടലേ, വിഷമിക്കാതിരിക്കുന്നേ. ഞാൻ സ്വയം നിന്റെ ജട എടുത്ത് എന്റെ തലയിലോട്ട് വെച്ചിട്ടില്ല. അത് സ്വയം തന്നെ എന്റെ തലയിലോട്ട് വന്ന് നിന്നതാണ് എന്റെ പത്ലു. വെറും 2 ദിവസത്തെ കാര്യമല്ലേ, ഒന്ന് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ പ്ലീസ്? അല്ല, നീ എന്റെ തലയിൽ നിന്ന് ആ ജട കട്ട് ചെയ്ത് നിന്റെ തലയിൽ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്, എന്നിട്ട് എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു. മോട്ടു, എന്റെ ജട എനിക്ക് തിരിച്ചു താ. മോട്ടു, എനിക്ക് എന്റെ ജട തിരിച്ചു വേണം. വലിയേട്ടാ, എന്നെ ഒന്ന് ഒളിച്ചു വെക്കൂ, ഒരു 2 ദിവസത്തേക്ക് മാത്രം. പൊളിക്കത്തല്ല, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ മോട്ടുവിന്റെ തലയിൽ ഇങ്ങനത്തെ ഒരു ജട ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ജട പത്ലുവിന്റെയാണ്. മുകളിലുള്ള രാഹുവിന്റെ ദിശ വെച്ച് നോക്കുമ്പോൾ ഞാനും ഇന്റലിജന്റായി മാറുന്നതാണ്. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇങ്ങനെ ഒരിക്കലും സാധിക്കില്ല. തീർച്ചയായിട്ടും നിന്നെ ആരോ പറ്റിച്ചെടുക്കുകയാണ് മോട്ടു. അതേ മോട്ടു, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ആദ്യം ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ നിങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലാക്കി. ഞാനൊരു ബുദ്ധിമാനായി മാറുന്നത് നിങ്ങൾക്ക് ആർക്കും സഹിക്കുന്നില്ല അല്ലേ? അതുകൊണ്ടല്ലേ 2 ദിവസം പോലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. മോട്ടു, കാര്യം 2 ദിവസങ്ങളുടെ അല്ല. ഡോക്ടർ ജട്ക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. മോട്ടുവിന്റെ ജട അവിടെ വന്നതാണോ അതോ ആരെങ്കിലും ഒട്ടിച്ചു കൊടുത്തതാണോ എന്ന്. ചേട്ടാ, എന്റെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിന്നെ ആരോ പറ്റിച്ചെടുക്കാണ്. അതേ, നിന്റെ കുടുമ ആരോ എവിടുന്നോ എടുത്ത് നിന്റെ തലയിൽ ഒട്ടിച്ചെടുക്കുകയാണ്. അതേ, ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസം ആവുന്നുണ്ടോ? ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും മോട്ടോ, വീണ്ടും നിന്നെ ആരോ കളിപ്പിക്കുകയാണെന്ന്. അതൊക്കെ പോട്ടെ മോട്ടോ, എന്നോട് പറ, ഇതൊക്കെ ആരാ നിന്നോട് ചെയ്യാൻ പറഞ്ഞത്? ഞാനൊരു പാവപ്പെട്ട ഗുരുജിയെ കണ്ടിരുന്നു. മോട്ടു, ആദ്യം കണ്ണടയ്ക്ക്, എന്നിട്ട് ഇമാജിൻ ചെയ്ത് നോക്ക് അദ്ദേഹത്തിന് താടി മുടിയും ഇല്ലാതെ. എന്നിട്ട് എനിക്ക് പറഞ്ഞതാ അത് ആരായിരുന്നു എന്ന്. വിഗ് മാറ്റി വെച്ച് നോക്കിയാൽ തലയിൽ കുറച്ച് മുടിയുണ്ട്. താടി മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ശകലം താടി ഉള്ളതുപോലെ തോന്നുന്നു. ഇതവൻ തന്നെ, ജോൺ ദ ഡോൺ. ഞാൻ ജോണിനെ വെറുതെ വിടാൻ പോകുന്നില്ല. മോട്ടു, ഒന്ന് ക്ഷമിക്കേ. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്, കേക്ക്. താനിങ്ങനെ ഇത്രയും ഇന്റലിജന്റ് ആയി മാറിയത് മോട്ടു? പത്ലു, ഇതൊക്കെ മുകളിലിരിക്കുന്നവന്റെ കഴിവല്ലേ? ഇന്നലെ രാത്രി തലയിൽ ജട വന്ന ഉടനെ തലയ്ക്കകത്ത് ഒരുപാട് ബുദ്ധിയുമല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. സൂര്യൻ ഈ ഭൂമിയിൽ നിന്നും എത്ര ദൂരത്തിലാണുള്ളത്? സൂര്യൻ ഭൂമിയിൽ നിന്നും 149, അതായത് 149.06 മില്യൺ കിലോമീറ്റർ ദൂരത്തിലാണ്. മോട്ടു, നീ ശരിയായ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. എന്നാൽ പറയൂ, ചന്ദ്രൻ ഈ ഭൂമിയിൽ നിന്നും എത്ര ദൂരത്തിലാണുള്ളത്? പറയൂ. ചന്ദ്രനോ? 3,44,400 കിലോമീറ്ററിലാണ് ഉള്ളത്. ബ്രില്യൻ മോട്ടു, ബ്രില്യൻ. താൻ ശരിക്കും ഒരു ബുദ്ധിമാനായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞു തരും മോട്ടു. ഒരു പക്ഷേ കേതു രാഘുവിന്റെ അടുത്തായിരുന്നെങ്കിൽ അപ്പൊ ഏതെങ്കിലും ഒരു ജോലിക്കാരൻ തന്റെ ബോസിന്റെ മുടി വെട്ടി തന്റെ തലയിൽ ഒട്ടിച്ചാൽ പിന്നെ ആ ബോസ് ജീവിതകാലം മൊത്തം തനിക്ക് ജോലിക്കാരനായി ഉണ്ടാകൂ. അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. ആ ബോസ് തന്റെ ജീവിതകാലം മൊത്തം തന്റെ ജോലിക്കാർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. നമ്പർ 1, നമ്പർ 2 എവിടെയാണുള്ളത്? വേഗം എനിക്ക് ചായയും കടിയും അറേഞ്ച് ചെയ്യടാ. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടടാ. വേഗം. നമ്പർ 1, നമ്പർ 2, നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്തത്? എന്തിനാണ് ഇങ്ങനെ ജോക്കറിനെ പോലെ കറങ്ങുന്നത്? പറയൂ. നിങ്ങളുടെ തലയിൽ എന്താ പകുതി മുടി മാത്രമുള്ളത്?
ഞങ്ങൾ രണ്ടുപേരും ബോസായിട്ട് മാറാൻ പോവാണ്. സൂര്യൻ നിലാവിന്റെ പാതയിലാണ് ഉള്ളത്. കേതുവിന്റെ രാഹുവിന്റെ പ്രീതി ഉണ്ട് അതിന്. ഇന്നു മുതൽ ഞങ്ങൾക്ക് നല്ല നേരം തുടങ്ങി ബോസ്. രണ്ടുപേരും എന്താ ഇങ്ങനെ മണ്ടന്മാരെ പോലെ? ഇതൊക്കെ ഞാൻ ആ മോട്ടു പത്ലുവിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? നിങ്ങൾക്കറിയില്ലേ? ബോസ് ബോസ്, നിങ്ങൾ പറഞ്ഞെല്ലാം സത്യമായിട്ട് മാറിയിരിക്കുകയാണ്. മോട്ടു സത്യത്തിൽ നല്ല ബുദ്ധിശാലി ആയിരിക്കുകയാണ്. നിങ്ങളുടെ മുടി ഞങ്ങൾ ഒട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ബോസായിട്ട് മാറാൻ പോവാ. നിങ്ങൾ എന്റെ തല മൊത്തം മൊട്ടയടിച്ചു. എന്റെ മുടി ഒട്ടിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കാമെന്നാണോ വിചാരിക്കുന്നത്? വരൂ, എന്റെ കൂടെ വാനിന്റെ അകത്തേക്ക് വരൂ. ഞാൻ കാണിച്ചു തരാം എന്താണ് സന്തോഷമെന്ന്. എങ്ങനെയുണ്ട് ജോണ്? നമ്പർ 1 നമ്പർ 2 ശരിക്കും അലക്കി എടുത്തല്ലോ നീ. അതെ അതെ, അവന്മാര് രണ്ടുപേരും എന്റെ മുടി മൊട്ടയടിച്ചു കളഞ്ഞു. ജോൺ, ഹെയർ കട്ടിംഗ് ചെയ്തതിന് ശേഷം അലക്കിയല്ലേ പറ്റൂ. വരൂ എന്റെ കൂടെ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണം. പത്ലു, നീയും വരൂ. അയ്യോ വേണ്ട മോട്ടു, മോട്ടു പ്ലീസ് വേണ്ട മോട്ടു, ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല. എന്നെ വിട്ടേക്ക് മോട്ടു പ്ലീസ്. ജോൺ, നിനക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണ്. ഒരു മാസത്തേക്ക് നിനക്ക് നിന്റെ മുടി തിരിച്ചു കിട്ടില്ല. നീ ഇതേ ഗെറ്റപ്പിൽ തന്നെ ചുറ്റി കറങ്ങിക്കോ. വേണ്ട. Watch India's largest kids library only on Geo Hotstar. Download the app now.